ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുരുക്കിലാക്കി കൂടുതൽ ശബ്ദ സംഭാഷണവും ചാറ്റ് വിവരങ്ങളും പുറത്ത്. യുവതിയെ ഗർഭിണിയാക്കാൻ രാഹുൽ നിർബന്ധിക്കുന്നതും ഗർഭിണിയായപ്പോൾ നിലപാട് മാറ്റുന്നതും തെളിവുകളാണ് പുറത്തു വന്നത്. കരഞ്ഞ് സംസാരിക്കുന്ന യുവതിയോട് രാഹുൽ ആക്രോശിക്കുന്നതും അസഭ്യം പറയുന്നതും ശബ്ദ സംഭാഷണത്തിലുണ്ട്. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമല്ല. ഡ്രാമ എന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ, എനിക്കൊരു സമയം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച്, ആ മാർച്ച് പോലീസ് തടഞ്ഞു. BJP നേതാക്കളെ, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തിയിരുന്നു. അവിടെ BJP പ്രവർത്തകരെ തടഞ്ഞു. അവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുക. പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഇതിൽ ഈ പുറത്തു വന്ന ഓഡിയോയിൽ, വാട്സപ്പ് ചാറ്റിലൊക്കെ നേരത്തെ ഉയർന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളുണ്ട്. അപ്പോൾ ഇതിൽ അന്ന് തന്നെ പരാതിക്കാരില്ലാത്തതിനാൽ പോലീസ് എന്തെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത്തരത്തിൽ പരാതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇനിയുണ്ടോ? ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് പരാതി ഉണ്ടെങ്കിൽ പോലീസിന് നടപടിയെടുക്കാമല്ലോ. പോലീസ് നടപടിയെടുത്താൽ പാർട്ടി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു പരാതിയാകാൻ പോലീസിന് ഇടപെടാനുള്ള സാഹചര്യം ഒരുങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തുമോ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇര അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടപെടലിനെ തുടർന്ന് ബുദ്ധിമുട്ട് നേരിട്ട ഇര ഇതുവരെ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നത്. അതേസമയം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാൻ ഈ ഇരയായ പെൺകുട്ടി തയ്യാറാണ് എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ഇത് പൂർണ്ണമായി സ്ഥിരീകരിക്കാറായിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ അത് കൂടുതൽ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ്. ഓഡിയോ സന്ദേശമാകട്ടെ, ഒപ്പം ഈ ചാറ്റിന്റെ വിവരമാകട്ടെ, ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന രീതിയിലുള്ള ഓഡിയോയും ചാറ്റും തന്നെയാണ് പുറത്തു വന്നത്. ഒരു പെൺകുട്ടിയെ തന്റെ പദവി ഉപയോഗിച്ച് MLA എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് വശീകരിക്കുന്നു, ഒപ്പം ഗർഭിണിയാകാൻ പ്രേരിപ്പിക്കുന്നു. ആ സമയത്തെല്ലാം വളരെ മാന്യമായി ആ പെൺകുട്ടിയോട് പെരുമാറുന്നു. അങ്ങനെ ഗർഭിണിയാകാൻ നിർബന്ധിച്ച ശേഷം, ഗർഭിണിയായ ശേഷം രൂക്ഷമായ രീതിയിൽ ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഒപ്പം അസഭ്യം വിളിക്കുന്നു. ഗർഭചിത്രം നടത്താൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ആ ഓഡിയോയിൽ, ഏകദേശം 3 മിനിറ്റ് 12 സെക്കൻഡുമുള്ള ഓഡിയോയിൽ ഒരു ഘട്ടത്തിൽ പെൺകുട്ടി പറയുന്നുണ്ട്, നീ ഒരുപാട് മാറിപ്പോയി എന്ന് രാഹുലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ രാഹുൽ വളരെ മാന്യമായി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന പെൺകുട്ടിയോട് പെരുമാറിയിരുന്നത് ഈ ഒരു ആവശ്യം കഴിഞ്ഞ് പെൺകുട്ടിയെ ഗർഭിണിയാക്കി കഴിഞ്ഞപ്പോൾ ആ തീരുമാനങ്ങളും ആ രീതിയുമെല്ലാം മാറുകയും രൂക്ഷമായി അസഭ്യം വിളിച്ചുകൊണ്ട് ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും ഇതിൽ വ്യക്തമായി ഉണ്ട്. സ്വാഭാവികമായ ഒരു ക്രൈമാണ്, ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ പരാതി വന്നു കഴിഞ്ഞാൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതി ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു പരാതി നൽകാൻ നീക്കം നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളുണ്ട്, പക്ഷേ സ്ഥിരീകരണമില്ല. അങ്ങനെ ഒരു പരാതി വരികയാണെങ്കിൽ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാകും. പോലീസിനൊക്കെ ഇടപെടലിന് കളമൊരുക്കുകയും ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടിയെടുക്കാൻ അത്തരം പോലീസ് ഇടപെടലുകൾ ഒരുപക്ഷെ കാരണമായേക്കുമെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു നേരത്തെ കെ മുരളീധരനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.